നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. BJP ഒരു ഹിറ്റ് ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തോൽപ്പിക്കും എന്നുള്ള നിലപാടിലാണത്രേ ഇപ്പോൾ BJP ഏതാണ്ട് 5 സീറ്റ് വരെ പിടിക്കുമെന്നാണ് കേന്ദ്ര BJP നേതൃത്വം ഇപ്പോൾ കരുതുന്നത്. വരുന്ന 22-ാം തീയതി അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ അതിൻ്റെ തന്ത്രത്തിൻ്റെ പൂർണ്ണരൂപം സജ്ജമാകും. എന്നാൽ ജയിക്കുക മാത്രമല്ല, ചിലരെ തോൽപ്പിക്കുക കൂടി വേണമെന്നാണ് ഇപ്പോൾ BJPയുടെ നിലപാട്. BJPയുടെ നിലപാടെന്ന് പറഞ്ഞാൽ സംസ്ഥാന RSS നേതൃത്വത്തിൻ്റെ നിലപാട്. അതിങ്ങനെ തോൽപ്പിക്കുന്നവരിൽ CPM-ൽ ഉള്ളവരുമുണ്ട്, കോൺഗ്രസ്സിലുള്ളവരുമുണ്ട്. കോൺഗ്രസ്സിലാണ് തോൽപ്പിക്കേണ്ട ആളുകൾ കൂടുതൽ എന്നാണ് BJP നേതൃത്വം പറയുന്നത് അത്രേ. കാരണം കോൺഗ്രസ്സാണ് അടിസ്ഥാനപരമായി BJPക്ക് ഭീഷണി. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാലേ, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലേ BJPക്ക് കേരളത്തിൽ പ്രതീക്ഷയുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളിൽ ചിലർ തോൽക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണത്രേ BJPക്ക് ഉള്ളത്. അതിനായി അവർ ഒരു ഹിറ്റ് ലിസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമത്തെ പേര് K. മുരളീധരൻ്റേതാണെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ നേമത്ത് പരാജയപ്പെടുത്തിയത് അവിടെ K. മുരളീധരൻ മത്സരിച്ചത് കൊണ്ടാണത്രേ. വടകര MP ആയിരിക്കുമ്പോൾ നേമത്ത് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച K. മുരളീധരൻ 36,000 വോട്ട് പിടിച്ചു. മുരളീധരൻ പിടിച്ച 36,000 വോട്ടാണത്രേ BJPയുടെ ഏക പ്രതീക്ഷയായിരുന്ന കുമ്മനം രാജശേഖരനെ അവിടെ പൊട്ടിച്ചത്. അങ്ങനെ ശിവൻകുട്ടി അവിടെ നിന്ന് ജയിക്കുകയും വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്തു. CPM-ൻ്റെ ശിവൻകുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം K. മുരളീധരനും കോൺഗ്രസും കളിച്ച് അവിടെ മത്സരിച്ച് കുമ്മനത്തെ പരാജയപ്പെടുത്തിയതാണെന്നാണ് RSS പറയുന്നത്. RSSൻ്റെ അടുത്തയാളാണ് കുമ്മനം രാജശേഖരൻ എന്നോർക്കുക. അതുകൊണ്ട് കുമ്മനത്തിനെ പരാജയപ്പെടുത്തിയ മുരളീധരനെ തങ്ങൾ വെറുതെ വിടില്ല എന്നാണ് ഇപ്പോൾ RSS നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് മുരളീധരൻ എവിടെ നിന്നാലും തങ്ങൾ പുറകെ നടന്ന് തോൽപ്പിക്കും എന്ന വാശിയിലാണത്രേ BJP നേതൃത്വവും RSS നേതൃത്വവും. 2021 BJPക്ക് കേരളത്തിലൊരു MLA ഇല്ലാതെ പോയത് K. മുരളീധരൻ്റെ ഈ ഇടപെടൽ മൂലമായിരുന്നത്രേ. വടകരയിൽ K. മുരളീധരനെ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനിരുന്നതാണ്. എന്നാൽ അദ്ദേഹം മത്സരിച്ചില്ല, തൃശ്ശൂർക്ക് മാറി. തൃശ്ശൂരും അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ 3-ാം സ്ഥാനത്ത് പോയി തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനിൽ. അവിടെ ജയിച്ചത് സുരേഷ് ഗോപിയാണ്. വടകരയിൽ BJP തങ്ങൾക്ക് വോട്ട് മറിച്ച് ചെയ്ത് തന്നെ തോൽപ്പിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണത്രേ വടകരയിൽ നിന്നും ചാടി തൃശ്ശൂരിലേക്ക് മുരളീധരൻ വന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്നത്. കാരണം വടകരയിൽ മുരളിയെ തോൽപ്പിക്കാൻ BJP നേതൃത്വം അന്ന് ഉറപ്പിച്ചിരുന്നു. അതിനുശേഷം മുരളി എവിടെ നിന്നാലും പുറകെ നടന്ന് തോൽപ്പിക്കും എന്നുള്ള സ്ഥിതിയായി. അങ്ങനെ ഗത്യന്തരമല്ലാതെ മുരളീധരൻ ലീഗിൻ്റെ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയും ലീഗ് അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ലീഗിന് വലിയ സ്വാധീനമുള്ള ഏതെങ്കിലും സീറ്റുകളിൽ നിന്നും, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലോ മലബാറിലോ ഉള്ള സീറ്റുകളിൽ നിന്നും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. K. മുരളീധരനായി ലീഗ് സീറ്റ് മാറ്റിവെക്കുന്നുണ്ടത്രേ. എന്നാൽ K. മുരളീധരൻ ലീഗിൻ്റെ സീറ്റിൽ നിന്നാൽ അവിടെ BJPക്ക് 5,000 വോട്ടേ ഉള്ളുവെങ്കിൽ 5,000 വോട്ടും മുരളിക്ക് എതിരെ ചെയ്യും ഏത് സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരെ നിന്നാലും എന്നാണ് ഇപ്പോൾ RSS പറയുന്നത്. അങ്ങനെ K. മുരളീധരനോടൊപ്പം മറ്റു ചില നേതാക്കളെ, അമ്പലപ്പുഴയിലെ CPM സ്ഥാനാർത്ഥി H. സലാം അടക്കമുള്ള ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കണമെന്ന് BJP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. കാരണം ഹരിപ്പാട് മണ്ഡലത്തിൽ BJPക്ക് സ്വാധീനമുണ്ടെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് അവിടെ ജയിക്കുന്നത് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ അവിടെ BJP നടത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നിരവധി നേതാക്കൾ BJPയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടത്രേ. അങ്ങനെ CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഹിറ്റ് ലിസ്റ്റിലുള്ളപ്പോൾ ഒരു മുസ്ലിം ലീഗ് നേതാവ് പോലും BJPയുടെ ഹിറ്റ് ലിസ്റ്റിലില്ല. ഒരു കേരള കോൺഗ്രസ് നേതാവും BJPയുടെ ഹിറ്റ് ലിസ്റ്റിലില്ല. കാരണം ഇവരെയൊന്നും അവർ കണക്ക് കൂട്ടിയിട്ടേ ഇല്ല എന്ന്. കോൺഗ്രസിലെയും CPM-ലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെ പരാജയപ്പെടുത്തിയാൽ അത് BJPക്ക് വലിയൊരു നേട്ടമാവും വരുന്ന തെരഞ്ഞെടുപ്പിൽ. എന്ന് വെച്ചാൽ വരുംകാല രാഷ്ട്രീയത്തിൽ തന്നെ
ഈ കോൺഗ്രസ് നേതാക്കളെ ഒന്നടങ്കം വെട്ടിനിരത്തിക്കഴിഞ്ഞാൽ, വെട്ടിവീഴ്ത്തിക്കഴിഞ്ഞാൽ, പിന്നിൽ നിന്ന് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ BJP കാര്യങ്ങൾ എളുപ്പമാകും. കാരണം പിന്നെ കോൺഗ്രസിനെ നയിക്കാൻ നേതാക്കളുണ്ടാവില്ല. അങ്ങനെ പ്രമുഖ നേതാക്കളെ എല്ലാവരെയും പിന്നിൽ നിന്ന് കുത്തി കാലുവാരി വോട്ട് മറിച്ചു നൽകി. വോട്ട് മറിച്ചു നൽകുക എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ വാക്കെന്ന് തോന്നുന്നു. വോട്ട് മറിച്ചു കൊടുത്ത് അവരെ പരാജയപ്പെടുത്താനും എതിർ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുമുള്ള ചില നീക്കങ്ങളുമായി BJP മുന്നോട്ട് പോവുകയാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും അവരുടെ ഹിറ്റ് ലിസ്റ്റ് ഒരുങ്ങിക്കഴിഞ്ഞു. 5ഓളം കോൺഗ്രസ് നേതാക്കളെയും 3 CPM നേതാക്കളെയും പരാജയപ്പെടുത്താൻ, എന്ന് വെച്ചാൽ വോട്ട് മറിച്ച് ചെയ്ത് പരാജയപ്പെടുത്താനുള്ള നീക്കമാണ് അത്രേ ഇപ്പോൾ BJP നടത്തുന്നത്.